മുമ്പ് 1 മണിക്കൂറിന് മുകളിൽ ഞാൻ നൽകിയ ഇന്റർവ്യൂവിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. നിങ്ങൾ ആഘോഷിച്ചോളൂ, നിങ്ങളെ ആക്രമിച്ചോളൂ, നിങ്ങളെ ആക്ഷേപിച്ചോളൂ. പക്ഷേ അത് അവന്റെ അവസാനത്തെ യാത്രയായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല. സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോകണം. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ആരോഗ്യരംഗത്തെ മാഫിയകൾ, അതായത് നിങ്ങളുടെ ശരീരത്തെ പരിപൂർണമായും വിറ്റ് തന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാഫിയകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മൂല്യത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഡോക്ടർ എന്ന് പറയുന്ന പദത്തിന്റെയും നഴ്സ് എന്ന് പറയുന്ന പദത്തിന്റെയും മഹത്വം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യരെ അല്ല ഞാൻ ഈ പറയുന്നത്. കുടുംബനാഥ ചെയ്യുന്നത് അവളുടെ മകനെ അല്ലെങ്കിൽ മകളെ ഒരു മികച്ച ഭാവിയിലേക്കുള്ള ഒരു വ്യക്തിത്വമാക്കി വളർത്തിയെടുക്കുന്ന ഒരു പ്രോസസ്സിലാണ് അവൾ അവിടെ വീടിനുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാതെ വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ടവളാണ് അവളെന്നും അവളുടെ സന്തോഷം ഇല്ലാതാക്കി എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ വീഴ്ത്തും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഒരു നാടിന്റെ നന്മയെ ഇല്ലാതാക്കുന്ന രീതിയിലാകരുത് ഒരാളെ പരിഹസിക്കുന്നത്. നിങ്ങൾ എന്നെ വ്യക്തിപരമായി പരിഹസിച്ചോളൂ, അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഈ പരിഹസിക്കുന്നതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കുറഞ്ഞ പക്ഷം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി